ഹായ് ആസ്പിരൻസ്, നമ്മുടെ റൂട്ട് വേർഡ് സീരീസിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. സോ നമ്മൾ ലാസ്റ്റ് 3 ക്ലാസ്സുകളിലായിട്ട് ഓൾമോസ്റ്റ് 150 വേർഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നുകൊണ്ട് നമ്മൾ 200 വേർഡ്സ് നമ്മുടെ റൂട്ട് വേർഡ് സീരീസിൽ കവർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നുകൊണ്ട് നമ്മുടെ ലോജി സീരീസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പം നമുക്ക് നമ്മുടെ ലോജി സീരീസിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് സൈറ്റോളജി. ഓക്കെ, സൈറ്റോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ഫുഡ് ഓർ ന്യൂട്രീഷൻ. ഓക്കെ, ഫുഡിനെയോ ന്യൂട്രീഷനെയോ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോളജി എന്ന് പറയുന്നത്. എങ്ങനെ ഓർത്തു വെക്കും? സൈറ്റ്. ഓക്കെ, സൈറ്റ് നമ്മുടെ ഐസൈറ്റ് ഒക്കെ ഇല്ലേ? ഐസൈറ്റ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ന്യൂട്രീഷനുള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ നമുക്ക് സൈറ്റ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. സൈറ്റോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, ന്യൂട്രീഷൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്? ഫുഡും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആണ് എന്ത്? സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് വേർഡ് സൊമാറ്റോളജി. ഓക്കെ, സൊമാറ്റോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി. ഇനി ഇത് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലി ഇങ്ങനെ പറയാൻ പറ്റില്ല. ഹ്യൂമൻ ബോഡിയുടെ എന്താ സ്ട്രക്ചറും ഫങ്ഷനിങ്ങിനെയും പറ്റി പഠിക്കുന്നതാണ് എന്ത്? സൊമാറ്റോളജി എന്ന് പറയുന്നത്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ്. ഓക്കെ, സോ ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിനെ പറ്റിയും അതിൻ്റെ ഫങ്ഷനിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് എന്ത്? സൊമാറ്റോളജി എന്ന് പറയുന്നത്. സൊമാറ്റോളജി, സ്റ്റൊമാറ്റോളജി അല്ല, സൊമാറ്റോളജി. കാരണം സ്റ്റൊമാറ്റോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ തന്നെ ഒരു പഠനശാഖയുണ്ട് കേട്ടോ. ഓക്കെ, സൊമാറ്റോളജി. തേർഡ് വേർഡ് സ്പെക്ട്രോളജി. ഓക്കെ, നമുക്ക് ഈ സ്പെക്ട്രം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ എന്തോർമ്മ വരും? സ്പെക്ട്രം എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഈ വിസിബിൾ ലൈറ്റ് മൂലം ഉണ്ടാകുന്ന ആ ഒരു കളേഴ്സിനെ ആയിരിക്കുമല്ലോ ഓർമ്മ വരുന്നത് സ്പെക്ട്രം എന്ന് കേൾക്കുമ്പം. പക്ഷേ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഗോസ്റ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. ഓക്കെ, ഇതിനെ എങ്ങനെ ഓർത്ത് വെക്കും? സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ്സ്. ഓക്കെ, ലൈറ്റിൻ്റെ ആ വിസിബിൾ ലൈറ്റ് മൂലം ഉണ്ടാകുന്ന കളറുകളാണല്ലേ. അതിൽ കുറേ കളേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഗോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ മലയാള സിനിമയിലെ ഗോസ്റ്റ് എന്നൊക്കെ പറയുന്ന ആരാ? വെള്ളസാരി ഉടുത്ത് പാട്ടും പാടി നടക്കുന്നതല്ലേ ഗോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളയുടെ സ്പെഷ്യാലിറ്റി എന്താ? വെള്ളയുടെ സ്പെഷ്യാലിറ്റി ആബ്സെൻസ് ഓഫ് കളറാണല്ലേ. കളറിൻ്റെ ആബ്സെൻസ് ആണ് എന്ത്? വെള്ള എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കളേഴ്സും ഉണ്ട്. ഓക്കെ, എല്ലാ കളേഴ്സും ഉണ്ട്. ഗോസ്റ്റിനാണെങ്കിൽ കളറൊന്നുമില്ലാത്ത വെള്ള സാരിയാണ് ആകെയുള്ളത്. അപ്പം സ്പെക്ട്രം എന്ന് പറയുമ്പം സ്പെക്ട്രോളജി എന്ന് കേൾക്കുമ്പം എന്തോർമ്മ വരണം? ഓക്കെ, ഈ പറയുന്ന സ്പെക്ട്രത്തിൽ ഒരു കളർ പോലും ഇല്ലാത്ത വെള്ള സാരിയൊക്കെ ഉടുത്ത് പാട്ടും പാടി നടക്കുന്ന ഗോസ്റ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് സ്പെക്ട്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, സ്വിഗ്മോളജി. സ്വിഗ്മോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് പൾസ്. പൾസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് സ്വിഗ്മോളജി എന്ന് പറയുന്നത്. നമ്മൾ സ്വിഗ്മോ മാനോമീറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ അത്? BP ചെക്ക് ചെയ്യുന്ന ആ അപ്പാരറ്റസ് അല്ലേ, അതിനെയാണ് സ്വിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വിഗ്മോ എന്ന് പറയുന്ന ഈ പദത്തിൻ്റെ മീനിങ് എന്താ? പൾസ് കേട്ടോ, പൾസ്. അപ്പോൾ സ്വിഗ്മോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് പൾസ്. ലോജി എന്ന് വെച്ചാൽ ബേസിക്കലി എന്താ? സ്റ്റഡി ഓഫ് സംതിങ്. ഓക്കെ, സ്വിഗ്മോ എന്ന് വെച്ചാൽ പൾസ്. അപ്പോൾ സ്വിഗ്മോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് പൾസ്. ഓക്കെ, സ്റ്റോക്കിയോളജി. സ്റ്റോക്കിയോളജി എന്താ? സ്റ്റോക്കിയോളജി നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക്, ബീഫ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ? അപ്പോൾ അത് വെച്ചിട്ട് എന്തോർത്ത് വെക്കുക? ആനിമൽ ടിഷ്യൂസ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. സ്റ്റോക്ക്, സ്റ്റോക്കിയോ എന്ന് കേൾക്കുമ്പോഴേ എന്തോർത്ത് വെക്കുക? ആ സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്കും ബീഫ് സ്റ്റോക്കും ഒക്കെ ഓർത്ത് വെക്കുക. അങ്ങനെ എന്താക്കുക? സ്റ്റോക്ക് എന്ന് പറയുമ്പോഴേക്ക് ആനിമൽ ടിഷ്യൂസിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റോക്കിയോളജി എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, സ്റ്റഡി ഓഫ് എലിമെൻറ്റ്സ് ഓഫ് ആനിമൽ ടിഷ്യൂ. ആനിമൽ ടിഷ്യൂസിൻ്റെ എലിമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സ്റ്റോക്കിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് സ്റ്റൊമാറ്റോളജി. ഓക്കെ, സ്റ്റൊമാറ്റോളജി ഞാൻ നമ്മുടെ സൊമാറ്റോളജി പഠിച്ച സമയത്ത് പറഞ്ഞില്ലായിരുന്നു. സ്റ്റൊമാറ്റോളജി അല്ല, സൊമാറ്റോളജിയാണ്. നോട്ട് ഡൗൺ ചെയ്യണം. ഹ്യൂമൻ ബോഡിയുടെ ഫങ്ഷനിങ്ങിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി. ഓക്കെ, ഇനി സ്റ്റൊമാറ്റോളജി എന്ന് വെച്ചാൽ എന്താ? അത് സൊമാറ്റോളജിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ദാറ്റ് സ്റ്റഡി ഓഫ് മൗത്ത്. മൗത്തിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സ്റ്റൊമാറ്റോളജി. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ സ്റ്റൊമാറ്റ? നമ്മുടെ സ്റ്റൊമാറ്റ
ഓക്കെ, നമ്മുടെ ലീവ്സിൻ്റെ ഒക്കെ സ്റ്റൊമാറ്റോ അല്ലേ, അവർ റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലേ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. അതിങ്ങനെ ഓക്കെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ചുണ്ട് പോലെ ഇരിക്കുന്ന ഓക്കെ എക്സ്റ്റേണൽ വേൾഡിലേക്ക് ഒരു ഓപ്പണിംഗ് ഉള്ള പ്ലാന്റ്സിൻ്റെ ഒരു ഓർഗാൻ, ഓക്കെ ഓർഗൻ എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ ഒരു സാധനമാണ് എന്ത്, സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. ഹ്യൂമൻസിനെ സംബന്ധിച്ച് അതിനുള്ള ഒരു ഓർഗൻ എന്താ, മൗത്ത് ആണല്ലേ. ഓക്കെ, അതേപോലെ ഇരിക്കുന്നത് മൗത്ത് ആണ്. അപ്പോൾ സ്റ്റൊമാറ്റോളജി എന്ന് വെച്ചാൽ എന്താ, സ്റ്റഡി ഓഫ് മൗത്ത്, മൗത്തിനെ പറ്റിയിട്ടുള്ള പഠനമാണ് സ്റ്റൊമാറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ സിസ്റ്റമോളജി. ചില വാക്കുകൾ നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലാവും, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവും അല്ലേ. അതേപോലൊരു വാക്കാണ് എന്ത്, സിസ്റ്റമോളജി എന്ന് പറയുന്നത്. സിസ്റ്റമോളജി എന്ന് വെച്ചാൽ എന്താ, ഈ വാക്കിലെ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, സ്റ്റഡി ഓഫ് സിസ്റ്റംസ്, സിസ്റ്റംസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, സിസ്റ്റമോളജി. ഭയങ്കര ഈസി ആണല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അടുത്ത വാക്ക് ഇതേപോലെ ഭയങ്കര ഈസി ആയിട്ടൊരു വാക്കാണ്, ദാറ്റ് ഇസ് ടൈഡോളജി. ടൈഡോളജി, ടൈഡോളജി സിസ്റ്റമോളജി പോലെ തന്നെ വാക്ക് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ. ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, തിരമാലയല്ലേ. ഓക്കെ, അപ്പൊ തിരമാലകളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, ടൈഡോളജി. ഓക്കെ, ടൈഡോളജി എന്ന് വെച്ചാൽ എന്താ, വാക്കിൽ തന്നെ കിട്ടും, തിരമാലകളെ പറ്റിയിട്ടുള്ള പഠനമാണ്, സ്റ്റഡി ഓഫ് ടൈഡ്സ് ആണ് ടൈഡോളജി. ഓക്കെ, തെർമോളജി. ഈ തെർമൽ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാവണം, തെർമൽ എന്ന് പറയുന്ന വാക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ്, ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ്. ഓക്കെ, തെർമൽ എന്ന് പറയുന്ന വാക്കേ ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ്. അപ്പൊ തെർമൽ എന്ന് കേൾക്കുമ്പോഴേ എന്താണ്, ഹീറ്റ് ആണ്. ലോജി എന്ന് വെച്ചാൽ എന്താ, സ്റ്റഡി ഓഫ് സംതിങ് അല്ലേ. അപ്പൊ തെർമോളജി എന്ന് വെച്ചാൽ എന്താ, അല്ലെങ്കിൽ തെർമോളജി എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റഡി ഓഫ് ഹീറ്റ്, ഹീറ്റിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, തെർമോളജി. ഓക്കെ, നൗ ടിംബ്രോളജി. ഓക്കെ, ടിംബ്രോളജി എന്ന് വെച്ചാൽ എന്താ, സ്റ്റഡി ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്, പോസ്റ്റേജ് സ്റ്റാമ്പിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, ടിംബ്രോളജി. നമ്മുടെ നേരത്തെ സിസ്റ്റമോളജിയും ടൈഡോളജിയും ഒക്കെ കേട്ടപ്പോൾ പറഞ്ഞില്ലേ, ചില വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോഴേ എന്ത് ഫീൽ ചെയ്യും, ഓക്കെ ഇതിൻ്റെ മീനിങ് ഇന്നതായിരിക്കും നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ഓക്കെ, പക്ഷേ ടിംബ്രോളജി നോക്കിയേ, അങ്ങനെ ഒരു വാക്കാണോ. ഇതിന് നമുക്ക് വേണമെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി ഓഫ് ടിംബർ എന്നൊക്കെ കൊടുത്തൂടെ. ടിംബർ എന്ന് വെച്ചാൽ എന്താ, തടി അല്ലേ, തടി. ഓക്കെ, ടിംബർ എന്ന് വെച്ചാൽ എന്താ, തടി. അപ്പൊ ടിംബറിനെ പറ്റിയിട്ടുള്ള പഠനം എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ സിസ്റ്റമോളജിയും ടൈഡോളജിയും ഒക്കെ പോലെ ആലോചിക്കുവാണെങ്കിൽ. ഓക്കെ, പക്ഷെ ടിംബ്രോളജി എന്ന് വെച്ചാൽ എന്താ, സ്റ്റഡി ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആണ്. അപ്പൊ എന്താ ആലോചിക്കണം, നമുക്ക് എല്ലാ വാക്കുകളും ആ വാക്കുകളെയും തന്നെ നമുക്ക് മീനിങ് കിട്ടത്തില്ല, അല്ലാത്ത വാക്കുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാക്കാണ് ടിംബ്രോളജി. ഓർത്ത് വെക്കുക കേട്ടോ. ടിംബ്രോളജി പോലെയുള്ള വാക്കുകൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് SSC എന്ത് ചെയ്യും, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അതിൽ നമ്മൾ വീണു പോകരുത്. ടിംബ്രോളജി എന്ന് വെച്ചാൽ എന്താ, പോസ്റ്റേജ് സ്റ്റാമ്പിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ, തനാറ്റോളജി. തനാറ്റോളജി എന്ന് വെച്ചാൽ എന്താ, ഈ തനാറ്റോ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ബേസിക്കലി ഡെത്തും ഡെത്ത് സെറിമണീസിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാക്കാണ് കേട്ടോ, തനാറ്റോ എന്ന് പറയുന്ന വാക്ക്. കാരണം നമ്മൾ ഇനിയും നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് മാനിയും ഫോബിയയും തുടങ്ങിയിട്ടുള്ള റൂട്ട് വേർഡ്സുകൾ കാണും. ആ ടൈമിലും ഈ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ അവിടെ കാണും. തനാറ്റോഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണും. അപ്പം എന്തോർക്കണം, തനാറ്റോ എന്ന് പറയുന്ന വാക്ക് തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്, ഓക്കെ ഡെത്തിനെയും ഡെത്ത് സെറിമണീസിനെയും ഒക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, തനാറ്റോ എന്ന് പറയുന്ന വാക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലേ. ലോജി എന്ന് വെച്ചാൽ സ്റ്റഡി. അപ്പം എന്താ, സ്റ്റഡി ഓഫ് ഡെത്ത് ആൻഡ് ഇറ്റ്സ് കസ്റ്റംസ്, ഡെത്തിനെയും അതിൻ്റെ കസ്റ്റംസിനെയും പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, തനാറ്റോളജി എന്ന് പറയുന്നത്. ആ തനാറ്റോ എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെക്കുക കേട്ടോ. തനാറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റഡി ഓഫ് ഡെത്ത് ആൻഡ് ഇറ്റ്സ് കസ്റ്റംസ്, ഡെത്തിനെയും അതിൻ്റെ കസ്റ്റംസിനെയും പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്, തനാറ്റോളജി. തോമറ്റോളജി. തോമറ്റോളജി എന്ന് വെച്ചാൽ എന്താ, തോമറ്റോളജി എന്ന് വെച്ചാൽ മിറക്കിൾസിനെ പറ്റിയിട്ടുള്ള, അതായത് അത്ഭുതങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് തോമറ്റോളജി. തോമറ്റോളജി എന്ന് വെച്ചാൽ എന്താ, സ്റ്റഡി ഓഫ് മിറക്കിൾസ്, മിറക്കിൾസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് തോമറ്റോളജി. ഓക്കെ, യെസ്. നൗ യൂറനോളജി.
യൂറനോളജി ഒന്ന് ഓർത്ത് വെക്കണേ, കാരണം നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൊമാറ്റോളജിയും സ്റ്റൊമാറ്റോളജിയും പോലെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു വാക്കാണ് യൂറനോളജിയും യൂറോളജിയും. ഓക്കെ, രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻറ്റ് മീനിങ്ങിനെ ക്യാരി ചെയ്യുന്നതാണ് യൂറനോളജിയും യൂറോളജിയും. യൂറനോ ഇവിടെ നോക്കിയേ, എന്ന് വരുന്ന സമയത്ത് യൂറനോ എന്ന് വരുമ്പം ഇതെന്താണ്? ഹെവൻസിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. യൂറനോ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പം എന്ത് മനസ്സിലാക്കണം? ഹെവൻസിനെ പറ്റിയിട്ടുള്ള പഠനമാണെന്ന് മനസ്സിലാക്കണം. അതേസമയം ഇത് യൂറോളജി ആവുമ്പോഴോ ഓക്കെ, ഇത് യൂറോളജി ആവുമ്പോൾ സ്റ്റഡി ഓഫ് യൂറിൻ ആണ് കേട്ടോ. യൂറോളജി ആവുമ്പോൾ സ്റ്റഡി ഓഫ് യൂറിനും യൂറനോളജി ആവുമ്പം സ്റ്റഡി ഓഫ് ഹെവൻസും ആണ്. ഓക്കെ, ഇതിനിടയിൽ നമ്മൾക്ക് ഒരു സ്ലൈഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഏർബനോളജി. ഓക്കെ, നമുക്ക് നമ്മുടെ സിസ്റ്റമോളജി പോലെ ടൈഡോളജി പോലെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു വാക്കാണ് എന്ത്? ഏർബനോളജി എന്ന് പറയുന്നത്. ഏർബനോളജി എന്ന് വെച്ചാൽ എന്താ? ഏർബൻ, റൂറൽ എന്നൊക്കെ വെച്ചാൽ എന്താ? റൂറൽ എന്ന് വെച്ചാൽ കൺട്രി സൈഡ് അല്ലേ. ഏർബൻ എന്ന് വെച്ചാൽ എന്താണ്? ഏർബൻ എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റീസ് അല്ലേ, സിറ്റീസ്. ഓക്കെ, അപ്പോൾ ഏർബനോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് സിറ്റീസ്. ഓക്കെ, ആ വാക്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടിയല്ലേ. യെസ്. ഇനി നോക്ക് യൂറോളജി. യൂറോളജി എന്താ? സ്റ്റഡി ഓഫ് യൂറിൻ. യൂറനോളജി ആണെങ്കിലോ സ്റ്റഡി ഓഫ് ഹെവൻ. ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന വാക്കിനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വരില്ല? ആ കൺഫ്യൂഷൻ അങ്ങ് ഒഴിവായി പോയി കിട്ടും. ഓക്കെ, ഇതിനെ സെപ്പറേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? കൺഫ്യൂഷൻ അങ്ങനെ തന്നെ നിലനിൽക്കും. പിന്നെ ആ വാക്ക് കേൾക്കുമ്പം ഡൗട്ട് വരും. ഓക്കെ, നൗ വേർമിയോളജി. വേർമിയോളജി എന്ന് വെച്ചാൽ എന്താ? വേംസ്. ഓക്കെ, ഇവിടെ നമുക്ക് സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. വേർമിയോളജി. വേർമിയോളജിയിൽ നിന്ന് വേം വെച്ചിട്ട് നമുക്ക് എന്തോർക്കാം? ഈ വേംസിനെ ഓർത്ത് വെക്കാം. ഓക്കെ, ആ പ്രൊനൗൺസിയേഷൻ വെച്ചിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വേർമിയോളജി, വേം, അങ്ങനെ തന്നെ അത് ഓർത്ത് വെക്കുക. വേംസ്. അപ്പം എന്താ? സ്റ്റഡി ഓഫ് വേംസ്. വേംസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? വേർമിയോളജി. ഓക്കെ, വെക്സിലോളജി. എന്താ വെക്സിലോളജി? വെക്സിലോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ഫ്ലാഗ്സ്. പതാകകളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? വെക്സിലോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഫ്ലാഗ്സ്, നമ്മുടെ പതാകകളെ പറ്റിയിട്ടുള്ള പഠനമാണ് വെക്സിലോളജി. ഓക്കെ, വൈനോളജി. ഓക്കെ, വൈനോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് വൈൻ ആൻഡ് വൈൻ മേക്കിംഗ്. ഭയങ്കര ഈസിയാണ് അല്ലേ. യെസ്, വൈൻ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. വൈനിനെ പറ്റിയിട്ടുള്ള പഠനമാണ് അല്ലെങ്കിൽ വൈൻ മേക്കിങ്ങിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? വൈനോളജി എന്ന് പറയുന്നത്. ഓക്കെ, വൈറോളജി. വൈറോളജി നമ്മുടെ ടൈഡോളജി പോലെ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ എന്ത് കിട്ടും? വൈറോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് വൈറസ് ആണ്. ഓക്കെ, സ്റ്റഡി ഓഫ് വൈറസ് ആണ് എന്ത്? വൈറോളജി എന്ന് പറയുന്നത്. ഓക്കെ, വൾക്കനോളജി. വൾക്കനോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വോൾക്കാനോസ് ആണ്. ഇനി ആ സ്റ്റഡി ഓഫ് വോൾക്കാനോസിന് വൾക്കനോളജി എന്ന് മാത്രമല്ല വോൾക്കാനോളജി എന്നും പറയും കേട്ടോ. ഓക്കെ, വോൾക്കാനോളജി എന്നും പറയും. വോൾക്കാനോളജി അല്ലെങ്കിൽ വൾക്കനോളജി എന്ന് കേട്ട എന്ത് മനസ്സിലാക്കുക? ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു വോൾക്കാനോസ്. ഓക്കെ, ലോജി എന്ന് വെച്ചാൽ സ്റ്റഡി ആണ്. സോ വൾക്കനോളജി അല്ലെങ്കിൽ വോൾക്കാനോളജി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് വോൾക്കാനോസ്. വോൾക്കാനോസിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഓക്കെ ഓക്കെ സൈലോളജി. നമ്മുടെ സൈലം, ഫ്ലോയം ഇതൊക്കെ എന്തിലാണ് വരുന്നത്? പ്ലാന്റ്സിലാണല്ലേ വരുന്നത്. അപ്പോൾ പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇനി സൈലം, ഫ്ലോയം എന്നൊക്കെ പറയുമ്പോഴേക്കും ആലോചിച്ച് നോക്കിയേ, നല്ലോണം നമ്മുടെ ഫുഡും വാട്ടറും മിനറൽസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നവരാണല്ലേ. ഓക്കെ, അപ്പോൾ അത് ചെറിയ മരത്തിനൊന്നും അല്ല, അല്ലെങ്കിൽ ചെറിയ ചെടിക്കൊന്നും അല്ല, വലിയ മരങ്ങൾക്കാണ് സൈലം ഒക്കെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നങ്ങ് വിചാരിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്? അങ്ങനെ വലിയ മരത്തിൽ നിന്ന് മുറിച്ച വുഡുകളെ പറ്റിയിട്ടുള്ള, മരത്തടികളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സൈലോളജി എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ടിംബ്രോളജി. ടിംബ്രോളജി എന്തായിരുന്നു? പോസ്റ്റേജ് സ്റ്റാമ്പുകളെ പറ്റിയിട്ടുള്ള പഠനമായിരുന്നു. ഓക്കെ, ടിംബർ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് കേട്ടോ. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കിയേ, വുഡിനെ പറ്റിയിട്ടുള്ള പഠനം എന്താ? ശരിക്കും സൈലോളജി ആണ് കേട്ടോ. സൈലോളജിയാണ് വുഡിനെ പറ്റിയിട്ടുള്ള പഠനം. ഓക്കെ, നൗ സൂ ആർക്കിയോളജി. ഓക്കെ, സൂ ആർക്കിയോളജി നമുക്ക് നമ്മുടെ
വാക്കുകളെ ഡിവൈഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും അല്ലേ? ഓക്കെ, അങ്ങനെ നോക്കുമ്പം സൂ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ, അല്ലെങ്കിൽ എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാ? ആനിമൽസിനെ റിലേറ്റ് ചെയ്യുന്നതാണ് സൂ എന്ന് പറയുന്ന വാക്ക്. ഇനി ആർക്കിയോളജി എന്ന് വെച്ചാൽ എന്താ? ഈ പുരാവസ്തു അല്ലേ, പുരാവസ്തു. ഓക്കെ, അപ്പൊ ഈ ആനിമൽസ് എപ്പോഴാ പുരാവസ്തുക്കളാവുന്നത്? ഫോസിൽസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിയേ, സൂ ആർക്കിയോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ആനിമൽ റിമെയിൻസ് ഓഫ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്. ഓക്കെ, ആർക്കിയോളജിക്കൽ സൈറ്റ്സിലെ ആനിമൽസിന്റെ റിമെയിൻസ് ഇല്ലേ, അതിന്റെ അവശിഷ്ടങ്ങളില്ലേ, അതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? സൂ ആർക്കിയോളജി. കാരണം നമുക്ക് ഈസി ആയിട്ട് ആ വാക്കുകളെ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അല്ലേ? ഓക്കെ, നൗ സുവോളജി. സുവോളജി നമ്മൾ ചെറുതായിരിക്കുന്ന ടൈം തൊട്ട് ഒത്തിരി കേട്ടിട്ടുള്ളതാണ് അല്ലേ? സുവോളജിയും ബോട്ടണിയും ബയോളജിയും ഒക്കെ. ഓക്കെ, അപ്പൊ സുവോളജി എന്ന് വെച്ചാൽ എന്താ? സൂ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് തന്നെ എന്താണ്? സൂ എന്ന് വെച്ചാൽ അനിമൽസ് ആണ് അല്ലേ? അനിമൽ റിലേറ്റഡ് ആണ് സൂ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ സുവോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ആനിമൽസ്. ഓക്കെ, സൂ പാത്തോളജി. സൂ പാത്തോളജിയോട് കൂടെ നമ്മുടെ ലോജി സീരീസ് കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. സൂ പാത്തോളജി. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ സൂ പാത്തോളജി നമ്മൾ അഗെയിൻ നമ്മുടെ വാക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് നോക്കുവാണ് കേട്ടോ. ഓക്കെ, സൂ എന്ന് വെച്ചാൽ എന്താ? സംതിങ് റിലേറ്റഡ് ടു ആനിമൽസ്. ആനിമൽസിനെ റിലേറ്റ് ചെയ്യുന്ന വാക്കാണ് എന്ത്? സൂ എന്ന് പറയുന്നത്. ഇനി പാത്തോളജി എന്ന് വെച്ചാൽ എന്താ? പാത്തോളജി എന്ന് വെച്ചാൽ സംതിങ് റിലേറ്റഡ് ടു ഡിസീസസ്. ഓക്കെ, ഡിസീസസ്. അപ്പൊ ഡിസീസസുമായിട്ട് ബന്ധപ്പെടുന്ന വാക്കാണ് പാത്തോളജി എന്ന് പറയുന്നത്. സൂ എന്ന് വെച്ചാൽ ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സൂ പാത്തോളജി എന്ന് വെച്ചാൽ എന്താ? ആനിമൽ ഡിസീസുമായിട്ട് ബന്ധപ്പെടുന്നതിനെയാണ് സൂ പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വാക്കുകളെ ഡിവൈഡ് ചെയ്ത് അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, യെസ്, നമ്മുടെ ലോജി സീരീസ് കംപ്ലീറ്റ് ചെയ്ത് ഫോബിയ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫോബിയ റൂട്ട് വേർഡ്. ഫോബിയ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? ഫോബിയ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? ലോജി എന്ന് വെച്ചാൽ സ്റ്റഡി അല്ലായിരുന്നോ? ഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് സംതിങ്. ഫിയർ ഓഫ് സംതിങ്. ഓക്കെ, എന്തിനോടെങ്കിലും ഒക്കെയുള്ള ഭയത്തെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഭയങ്കര സുപരിചിതമായിട്ടൊരു പദമായിരിക്കും അല്ലേ ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പലതിനും കളിയാക്കാറൊക്കെ ഉണ്ടല്ലേ. കുളിക്കാത്ത ആൾക്കാർക്ക് ഹൈഡ്രോഫോബിയ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ? യെസ്. ഓക്കെ, ഇനി തൊട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കുളിക്കാത്ത ആൾക്കാർക്ക് ഇനി തൊട്ട് ഹൈഡ്രോഫോബിയ ആണ് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ എന്ത് പറയും? അവർക്ക് അബ്ലട്ടോഫോബിയ ആണെന്ന് പറയും. ഓക്കെ, കുളിക്കുന്നതിനോട് അലക്കുന്നതിനോട് ഒക്കെ ഭയമുള്ള ആളുകൾക്ക് എന്തുണ്ടെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്? അബ്ലട്ടോഫോബിയ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ബാത്തോഫോബിയ എന്നൊന്നും പറയരുത്. ബാത്തോഫോബിയ എന്ന് പറയുന്നത് സംതിങ് വെരി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ബാത്തോഫോബിയ അല്ല, അവർക്ക് എന്താണ്? അബ്ലട്ടോഫോബിയ ആണ്. ഓക്കെ, അബ്ലട്ടോഫോബിയ ആണ് കുളിക്കാൻ മടിയുള്ളവർക്ക്. ഓക്കെ, യെസ്. അക്കാരോഫോബിയ. അക്കാരോഫോബിയ എന്ന് പറയുമ്പോൾ അക്കാരോളജി നമ്മൾ പഠിച്ചതാണ് ലോജി സീരീസിൽ, അല്ലെ ലോജി റൂട്ട് വേർഡിൽ നമ്മൾ അക്കാരോളജി പഠിച്ചതാണ്. അക്കാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു അക്കാരോ എന്ന് പറയുമ്പോൾ അതിലെ കാർ എന്ന് പറയുന്ന ആ വാക്കിനെ എടുത്തിട്ട് കാറ് പോലെ ഇരിക്കുന്ന ഈ ചെള്ളുപോലെ അല്ലെങ്കിൽ നമ്മുടെ മൂട്ടയെ പോലെയൊക്കെയുള്ള ജീവികളാണ് മൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാർ പോലെയല്ലേ അതിരിക്കുന്നത്? ഇങ്ങനെ ഒരു ഷേപ്പിലല്ലേ ഇരിക്കുക, ഇങ്ങനെ കുറച്ച് കാലുകളൊക്കെ ആയിട്ട് ഇങ്ങനെയല്ലേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ കാറ് പോലെ ഇരിക്കുന്നതിനാണ് അക്കാരോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൈറ്റ്സ്. ഫോബിയ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് വന്നു? ഫിയർ ഓഫ് മൈറ്റ്സ് ആണ് എന്ത്? അക്കാരോഫോബിയ. നൗ ഓക്കെ, എച്ലോഫോബിയ. എന്താ എച്ലോഫോബിയ? എച്ലോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, ഇനി നമുക്ക് ഡാർക്ക്നെസ്സിനെ പറ്റിയിട്ടുള്ള ഭയത്തിനോട് എച്ലോഫോബിയ എന്ന് പറയുന്ന പദം മാത്രമല്ല ഉള്ളേ, നമ്മുടെ വരുന്ന വീഡിയോയിൽ നമ്മൾ ആ വേർഡ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യൂ കേട്ടോ. അതായത് ഡാർക്ക്നെസ്സിനോടുള്ള ഫിയർ ഓഫ് ഡാർക്ക്നെസ്സിന് എച്ലോഫോബിയ എന്ന് പറയുന്ന പദം മാത്രമല്ല ഉള്ളേ. ഓക്കെ, വേറെയും പദങ്ങളുണ്ട്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ അത് വരുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പം എന്ത് ചെയ്യണം? ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള വാക്കുകൾ കിട്ടുമ്പം നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, എനിവേ ഡാർക്ക്നെസ്സിനോടുള്ള ഭയത്തിന് എന്ത് പറയും നമ്മൾ? എച്ലോഫോബിയ എന്ന് പറയും. എച്ലോഫോബിയ. യെസ്.
ആഗ്ലിയോഫോബിയ. ആഗ്ലിയോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് പെയിൻ. ഓക്കെ, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ലേ ഇങ്ങനെ, എനിക്ക് വേദന വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, അല്ലെങ്കിൽ വേദനയോടുള്ള വല്ലാത്തൊരു ഭയമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് എന്താണ്? ആഗ്ലിയോഫോബിയ ആണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആഗ്ലിയോഫോബിയ ആണ് കേട്ടോ. ഓക്കെ, യെസ്. എയ്ലുറോഫോബിയ. ഈ എയ്ലുറോഫോബിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ എല്ലാ വാക്കുകളെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കിയേ, എയിലെന്നൊക്കെ കാണുമ്പോഴേക്കും, എയിലെന്ന് വെച്ചാൽ എന്താ? സിക്നസ് അല്ലേ? സിക്നസ് ആണ്. എയിൽമെന്റ് എന്നൊക്കെ പറയുന്നത് സിക്നസ് ആണ്, അല്ലെങ്കിൽ ഇൽനെസ് ആണ്, ഡിസീസ് ആണ്. അതാണ് എയിൽമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ വാക്കും നമ്മുടെ ഇതിന്റെ അർത്ഥമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, നോക്കിയേ, ക്യാറ്റ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? എയ്ലുറോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വാക്കിനെ അവിടെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ 2 വാക്കിന്ന് പഠിച്ചു കേട്ടോ. ഒന്ന് ടിംബ്രോളജിയും ഒന്ന് എയ്ലുറോഫോബിയയും. ഓക്കെ, 2 ഓർത്ത് വെക്കണം. ടിംബ്രോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്. ആൻഡ് എയ്ലുറോളജി എന്ന് വെച്ചാൽ എയ്ലുറോഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫിയർ ഓഫ് ക്യാറ്റ്സ്. ക്യാറ്റ്സിനോടുള്ള ഭയമാണ് എയ്ലുറോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അലോഫോബിയ. അലോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് സ്പീക്കിംഗ് അല്ലെങ്കിൽ സ്പീച്ച്. ഫിയർ ഓഫ് സ്പീച്ച് ആണ് എന്ത്? അലോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഓർത്തു വെക്കും? അലോ കണ്ടോ? നമ്മൾ ഈ ഹലോയ്ക്ക് പകരം ചാറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേരെങ്കിലും അലോ എന്നെഴുതി വെക്കുന്നവരല്ലേ? യെസ്, അതായത് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അലോ എന്ന് പറയുന്നവരാണല്ലേ? ഓക്കെ, കുറച്ച് പേരെങ്കിലും ഹലോയ്ക്ക് പകരം അലോ യൂസ് ചെയ്യുന്നവരാണ് ചാറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സംഭവം? അതൊരു സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അലോ കൊടുക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് അലോഫോബിയ, ഹലോ പറയാനുള്ള ഭയം. ഓക്കെ, ഹലോ എന്തിനാ വരുന്നത്? സ്പീച്ചിന് അല്ലെങ്കിൽ സ്പീക്കിങ്ങിന്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അലോഫോബിയ, അലോ പറയാനുള്ള ഭയം. അലോ എന്ന് വെച്ചാൽ എന്താണ്? സ്പീച്ചിനോടുള്ള അല്ലെ സ്പീക്കിങ്ങിനോടുള്ള ഭയമാണ് എന്ത്? അലോഫോബിയ. Now, ആംബുലോഫോബിയ. ഓക്കെ, എന്താ ആംബുലോഫോബിയ? ഫിയർ ഓഫ് വാക്കിംഗ് അല്ലേ? ആംബുലോഫോബിയ. നോക്കിക്കേ, വാക്കൊന്ന് നോക്കിക്കേ. ആംബുലോ. ആംബുലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് എന്ത് ഓർമ്മ വരും? ആംബുലൻസ് ഓർമ്മ വരും അല്ലേ? ഓക്കെ, ആംബുലൻസ് ഓർമ്മ വരും. ആംബുലൻസിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ആംബുലൻസ് വന്ന് എല്ലാവരും വഴി മാർക്ക് കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ ആംബുലൻസ് വരുന്ന സമയത്ത് പോലും അതിനെ ഒന്നും ബാധിക്കാതെ പോകുന്ന ആൾക്കാരായിരിക്കും? കാൽനട യാത്രക്കാരായിരിക്കും അല്ലേ? കാരണം എന്താ? ആ സൈഡിൽ കൂടെ ആംബുലൻസ് എന്താണെങ്കിലും വരൂലല്ലോ. ഓക്കെ, അപ്പൊ ആംബുലൻസ് പോലും ബാധിക്കാതെ നടക്കുന്ന ആൾക്കാർ. ഓക്കെ, അല്ലെ ആംബുലൻസ് പോലും ബാധിക്കാത്തവർ ആരാ? പെഡസ്ട്രിയൻസ് അല്ലേ? നടക്കുന്ന ആളുകൾ. അപ്പൊ ആംബുലൻസ് പോലും ബാധിക്കാത്തത് കൊണ്ട് ആംബുലോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് വാക്കിംഗ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ആംബുലൻസിന്റെ വരവ് പോലും ബാധിക്കാത്ത ആൾക്കാർ ആരാ? നടക്കുന്ന ആൾക്കാർ. അപ്പൊ ആംബുലോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? നടക്കാൻ ഭയമുള്ളതിനെയാണ് ആംബുലോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ്രോഫോബിയ. ആൻഡ്രോ എന്ന് പറയുന്ന വാക്കില്ലേ? ആൻഡ്രോ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് തന്നെ എന്താണ്? മെൻ എന്നാണ്. ഓക്കെ, മെൻ എന്നാണ് കേട്ടോ. ആൻഡ്രോ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? മെൻ എന്നാണ്. ഓക്കെ, അപ്പം പുരുഷന്മാരോടുള്ള ഭയമാണ് എന്തെന്ന് പറയുന്നത്? ആൻഡ്രോഫോബിയ. ഇപ്പൊ ആൻഡ്രോ മാനിയ ആയിരുന്നെങ്കിലോ? മാനിയ എന്ന് വെക്കുമ്പോഴേക്കും ഓക്കെ, അഫെക്ഷൻ ആണല്ലേ? പുരുഷന്മാരോടുള്ള അഫെക്ഷൻ. ഓക്കെ, അപ്പൊ നോക്കിക്കോട്ടോ, ആൻഡ്രോ എന്ന് പറയുന്ന ആ പദത്തിന്റെ മീനിങ് ആണ് എന്ത്? മെൻ എന്ന് പറയുന്നത്. ഇത് ആൻഡ്രോ ആയിരുന്നെങ്കിലോ? ANTHRO ആയിരുന്നെങ്കിലോ? ആൻഡ്രോ. ആൻഡ്രോ ആണെങ്കിൽ സാധനം എന്തായി? ഹ്യൂമൻ ബീങ്സ് ആയി. ആൻഡ്രോ ആണെങ്കിൽ എന്താണ്? മെൻ ആണ്. ഓക്കെ, ആന്തോഫോബിയ. ആന്തോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ഫ്ലവേഴ്സിനോടുള്ള ഭയമാണ് ആന്തോഫോബിയ എന്ന് പറയുന്നത്. നമുക്ക് ഈ ആന്തറും പോളൻ ഗ്രെയിൻസും അങ്ങനത്തെ സാധനമൊക്കെ ഉള്ളത് എവിടെയാ? ഫ്ലവേഴ്സിലാണ് അല്ലേ? ഓക്കെ, നമ്മൾ SSC പഠിക്കുന്നവരാണ്. ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്തറിയാം? ബേസിക് ബയോളജിയും സയൻസും ഒക്കെ അറിയാവുന്നവരാണ്. അപ്പം ആന്തറും പോളൻ ഗ്രെയിൻസും മറ്റേ സ്റ്റിഗ്മയും ഒക്കെ ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഫ്ലവേഴ്സിലാണ് അല്ലേ? അപ്പം അത് വെച്ചിട്ട് ഓർത്ത് വെക്കണം. ആന്തോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തർ ഓർക്കുക കേട്ടോ. ഓക്കെ, ആന്തർ. ഓക്കെ, അപ്പം ആന്തർ ഉള്ളത് എവിടെയാ? ഫ്ലവേഴ്സിൽ. അപ്പം ആന്തോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ആന്തോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലവേഴ്സിനോടുള്ള ഭയം. ഓക്കെ, ആൻലോഫോബിയ. ആൻലോഫോബിയ. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആൻഡ് കണ്ടുകൊണ്ട്
അവിടെ പോയി ഇത് ഫിയർ ഓഫ് ആൻഡ് ആണ് എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, ഫിയർ ഓഫ് ആൻഡ് ആണെന്ന് ജഡ്ജ് ചെയ്യരുത്. എന്ത് വേണം നമുക്ക്? ആൻഡ് അല്ല ഇത്. ആൻലോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഫ്ലഡ്സ് ആണ്. ഫ്ലഡിനോടുള്ള ഭയമാണ് എന്തെന്ന് പറയുന്നത്? ആൻലോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ ഓർത്തു വെക്കും? നമ്മൾ കേരളക്കാർക്കൊക്കെ തന്നെയും ഒരു ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഒരു വല്ലാത്ത ഭയം ഉണ്ടല്ലേ, ഫ്ലഡ് ഉണ്ടാവുമോ? ഓക്കെ, ഇപ്പം നമുക്ക് മഴക്കാലമാണ്, പക്ഷെ ജൂണാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മഴയുടെ ആ ഒരു മഴക്കെടുതിയൊക്കെ കൂടി വരുന്ന സമയത്ത് കേരളക്കാരൊക്കെ എന്താകും? ആൻലോഫോബിക് ആവും. ഓക്കെ, ബേസിക്കലി നമ്മുടെ ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കേരളക്കാരൊക്കെ ആരാണ്? ആൻലോഫോബിക് ആണ്. എന്ന് വെച്ചാൽ ഫ്ലഡിനോട് ഭയമുള്ളവരാണ്. ഓക്കെ, യെസ്, ബാത്തോഫോബിയ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആംബ്ലിറ്റോഫോബിയ പഠിച്ച സമയത്ത് പറഞ്ഞില്ലായിരുന്നോ? ആംബ്ലിറ്റോഫോബിയ ആണ് ഫിയർ ഓഫ് ബാത്തിങ്, അല്ലാതെ ബാത്തോഫോബിയ അല്ല. ബാത്തോഫോബിയ എന്താ? ഫിയർ ഓഫ് ഡെപ്ത് ആണ് കേട്ടോ. ആഴത്തോടുള്ള ഭയമാണ് എന്ത്? ബാത്തോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാത്തിങ്ങിനോടുള്ള ഭയം എന്താ? അബ്ലിറ്റോഫോബിയ. ഓക്കെ, അബ്ലിറ്റോഫോബിയ ആണ് ബാത്തിങ്ങിനോടുള്ള അല്ലെങ്കിൽ വാഷിങ്ങിനോടുള്ള ഭയം എന്ന് പറയുന്നത്. അബ്ലിറ്റോഫോബിയയും ബാത്തോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് ഡെപ്ത് ആണ് കേട്ടോ. ഫിയർ ഓഫ് ഡെപ്ത്. വാക്ക് കണ്ടുകൊണ്ട് നമ്മുടെ ആൻലോഫോബിയ പോലെ വാക്കിന്ന് എന്ത് ചെയ്യരുത്? അത് ഫിയർ ഓഫ് ആൻഡ് ആണെന്ന് വിചാരിക്കരുത്. അത് ഫിയർ ഓഫ് ഫ്ലഡ് ആണ് അല്ലേ ആൻലോഫോബിയ എന്ന് പറയുന്നത്. അതേപോലെ ബാത്തോഫോബിയ നമ്മൾ എന്ത് ചെയ്യരുത്? ബാത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫിയർ ഓഫ് ബാത്തിങ് ആണെന്ന് വിചാരിക്കരുത്. എന്താ ഇത്? ഫിയർ ഓഫ് ഡെപ്ത് ആണ് കേട്ടോ ബാത്തോഫോബിയ എന്ന് പറയുന്നത്. നൗ ഏവിയോഫോബിയ. ഏവിയേഷൻ. ആ പദമൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാവും? ഫ്ലൈയിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു പഠന ശാഖയായിരിക്കും അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഫ്ലൈയിങ്ങിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഏരിയ ആണ് ഏവിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏവിയോഫോബിയ എന്ന് വെച്ചാൽ എന്താ? പറക്കാനുള്ള ഭയം. ഓക്കെ, ചിലർക്കുണ്ടാവില്ലേ എയറോപ്ലെയിനിലൊക്കെ കയറാൻ ഭയങ്കര ഭയം ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാ? പറക്കാനുള്ളൊരു ഭയം ഉണ്ടാവും അല്ലേ? ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഏവിയോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കാർണോഫോബിയ. കാർണോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് മീറ്റ് അല്ലെങ്കിൽ ഫ്ലഷ് കേട്ടോ. ഫിയർ ഓഫ് മീറ്റ് അല്ലെങ്കിൽ ഫ്ലഷ് ആണ് എന്തെന്ന് പറയുന്നത്? കാർണോഫോബിയ എന്ന് പറയുന്നത്. നോക്കിയേ, കാർണോ എന്ന് പറയുന്ന ഈ പദം നോക്കിയേ. കാർണോ, കാർണിവോറസ്. ഓക്കെ, കാർണിവോറസ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാർണിവോറസ് എന്ന് വെച്ചാൽ എന്താ? ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ആണ് അല്ലേ? ഓക്കെ, നമ്മൾ ശരിക്കും എന്താ? നമ്മൾ ശരിക്കും ഹെർബിവോറസോ അല്ലെങ്കിൽ ഒമ്നിവോറസോ ഒക്കെ ആയിരിക്കും അല്ലേ? എന്താണെങ്കിലും കംപ്ലീറ്റ്ലി ഇറച്ചി മാത്രം നിന്ന് ജീവിക്കുന്ന ആൾക്കാരല്ല നമ്മൾ. ഓക്കെ, അപ്പൊ കാർണോ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്. അപ്പൊ എന്തെന്ന്? ഓക്കെ, കാർണിവോറസ് എന്ന് വെച്ചാൽ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ്. അപ്പൊ കാർണോ എന്ന് വെച്ചാൽ എന്താ? ഫ്ലഷ് അല്ലേ, അല്ലെങ്കിൽ മീറ്റ് അല്ലേ? അപ്പൊ കാർണോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് മീറ്റ്. ഓക്കെ, ഫിയർ ഓഫ് മീറ്റ് കേട്ടോ. കാർണിവോറസ് എന്ന് പറയുന്ന ആ സാധനം ഓർക്കുക കേട്ടോ. കാർണോ എന്ന് പറയുന്ന പദം കേൾക്കുമ്പോഴേ. ഓക്കെ, ക്രോമറ്റോഫോബിയയും ക്രോമോഫോബിയ ആയിട്ട് മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ക്രോമറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് മണി. ഓക്കെ, ക്രോമറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് മണി. ഓക്കെ, ഫിയർ ഓഫ് മണിയാണ് ക്രോമറ്റോഫോബിയ. ഓക്കെ, അപ്പൊ ക്രോമോഫോബിയ എന്താ? ക്രോമോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് കളർ. ഓക്കെ, ക്രോമറ്റോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് മണിയും ക്രോമോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് കളറുമാണ് കേട്ടോ. തമ്മിൽ മാറിപ്പോകരുത്, ഓർത്തു വെക്കുക. ക്രോമോഫോബിയ. ഓക്കെ, നൗ ക്രോണോഫോബിയ. ക്രോണോളജി എന്നൊക്കെ പറയുന്ന പദം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? നമ്മുടെ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലേ? ടൈമിനനുസരിച്ച് ഇവൻസിനെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രോണോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രോണോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ക്രോണോ എന്ന് പറയുന്നത് ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ്. അപ്പൊ ക്രോണോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ടൈം കേട്ടോ. ഫിയർ ഓഫ് ടൈം. ക്രോണോ എന്ന് പറയുന്ന ഈ പദം കാണുമ്പോഴേ അല്ലെങ്കിൽ ഈ വേർഡ് കാണുമ്പോഴേ എന്ത് മനസ്സിലാക്കുക? സംതിങ് റിലേറ്റഡ് ടു ടൈം ആണ്. ക്രോണോ എന്ന് വെച്ചാൽ എന്താണ്? ക്രോണോ എന്ന് പറയുന്ന പദം കാണുമ്പോഴേ അല്ലെങ്കിൽ വാക്ക് കാണുമ്പോഴേ എന്ത് മനസ്സിലാക്കുക? ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ടൈം. ടൈമുമായിട്ട് ബന്ധപ്പെടുന്ന എന്തോ വാക്കാണ് ക്രോണോ എന്ന് പറയുന്നത്. അപ്പൊ ക്രോണോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് ടൈം. ടൈമിനോടുള്ള ഭയമാണ് എന്ത്? ക്രോണോഫോബിയ. ഓക്കെ, നൗ യെസ്, കെയ്മോഫോബിയ. ചെയ്മോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് കോൾഡ് കേട്ടോ. കോൾഡിനോടുള്ള, തണുപ്പിനോടുള്ള ഭയമാണ് ചെയ്മോഫോബിയ. ഓക്കെ, യെസ്, ചെയ്മോഫോബിയ. ഓക്കെ,
നൗ കോയിനോഫോബിയ. എന്താ കോയിനോഫോബിയ? സ്നോയിനോടുള്ള ഭയമാണ് കോയിനോഫോബിയ. തണുപ്പിനോടുള്ള ഭയം എന്താണ്? ചെയിമോഫോബിയയും. ഓക്കെ, സ്നോയിനോടുള്ള ഭയം എന്താണ്? കോയിനോഫോബിയയും. തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, സ്നോ എന്ന് പറഞ്ഞാൽ തണുപ്പുമായിട്ട് ഡിഫറെൻ്റ് അല്ലേ? മഞ്ഞ് വീഴുന്ന സ്ഥലമാണല്ലേ, അല്ലെങ്കിൽ മഞ്ഞാണല്ലേ സ്നോ എന്ന് പറയുന്നത്. ഇപ്പം ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വയനാട്ടിലൊക്കെ നല്ല തണുപ്പുണ്ട് അല്ലേ, പക്ഷെ അവിടെ മഞ്ഞ് വീഴുവോ? ഇല്ല, മഞ്ഞ് വീഴില്ല. ഓക്കെ, മഞ്ഞ് വീഴുമായിരിക്കും കേട്ടോ ചിലപ്പോൾ, എന്താണെങ്കിലും നിലവിൽ മഞ്ഞ് വീഴുന്നില്ല. സോ അവിടെ എന്ത് വരാം? അവിടെ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചെയിമോഫോബിയ ഉണ്ടാകാം. ഓക്കെ, ചെയിമോഫോബിയ ഉണ്ടാകാം. ആൻഡ് കോയിനോഫോബിയ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. കോയിനോഫോബിയ എവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവും? മണാലിയിലുള്ള ആളുകൾക്ക്, കാശ്മീരുള്ള ആളുകൾക്ക് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോയിനോഫോബിയ ഉണ്ടാകാം അല്ലേ. ഓക്കെ, ഇനി കൈറോഫോബിയ. കൈറോഫോബിയ നമ്മൾ കൈറോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. കൈറോ എന്ന് പറയുന്ന വാക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? കൈറോ എന്ന് പറയുന്ന വാക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? നമ്മുടെ കൈയിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. കൈ, ആ കൈ വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. കൈറോഫോബിയ എന്ന് പറയുന്നത് ആ പദത്തെയും തന്നെ എന്ത് ചെയ്യുക? കൈ എന്ന് പറയുന്നത് അങ്ങോട്ട് ഓർത്ത് വെക്കുക. കൈറോഫോബിയ, കൈ. ഓക്കെ, കൈയിനോടുള്ള ഭയം, ഹാൻഡ്സിനോടുള്ള ഭയമാണ് എന്തെന്ന് പറയുന്നത്? കൈറോഫോബിയ. കൈറോളജിയോ? സ്റ്റഡി ഓഫ് ഹാൻഡ്സ്. ഓക്കെ, കൈ, കൈ വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, സൈബോഫോബിയ. എന്താ സൈബോഫോബിയ? സൈബോഫോബിയ എന്ന് വെച്ചാൽ ഫുഡിനോടുള്ള ഭയം. ഓക്കെ, ഈ ചില കുഞ്ഞു മക്കളെയൊക്കെ കാണത്തില്ല, അവർക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്, അവരുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമ്മമാർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ ഫുഡ് കഴിപ്പിക്കാനാണല്ലേ. അവർ ഫുഡ് കാണുമ്പോഴേക്ക് കരഞ്ഞോണ്ട് ഓടുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും അല്ലേ. അവർക്ക് എന്താണ്? സൈബോഫോബിയ. അങ്ങനെ ഫുഡ് കാണുമ്പോഴേ കരഞ്ഞോണ്ട് ഓടുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ എന്താണ്? സൈബോഫോബിയ ആണ്. ഫുഡിനോടുള്ള ഭയമാണ് അവർക്ക് വരുന്നത്. ഓക്കെ, നൗ ക്രയോഫോബിയ. ഓക്കെ, നമ്മൾ ക്രയോബയോളജി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോജി സീരീസിൽ. ക്രയോബയോളജി. ഓക്കെ, ബയോ എന്ന് വെച്ചാൽ എന്താണ്? ലൈഫാണ്. ക്രയോ എന്ന് വെച്ചാൽ എന്താണ്? കരയുന്ന ലൈഫ് അല്ലേ. ലൈഫ് എവിടെയാണ് കരയുന്നതെന്ന് നമ്മൾ പറഞ്ഞേ? തണുത്ത കണ്ടീഷനിൽ. ഓക്കെ, തണുത്ത കണ്ടീഷനിൽ, അതായത് തണുത്ത കണ്ടീഷനിൽ അല്ലെ കോൾഡ് ക്ലൈമറ്റിൽ കരയുന്ന ജീവിക്കുന്ന ജീവനുകളെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത്? ക്രയോബയോളജി. അതേപോലെ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ക്രയോഫോബിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്രയോ തണുപ്പ് എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. അപ്പൊ ക്രയോ വെച്ചിട്ട് എന്തോർക്കുക? തണുത്ത സാധനം എന്താ? ഐസ് ആണ് അല്ലേ. ഓക്കെ, തണുത്ത സാധനം എന്താണ്? ഐസ് ആണ്. അപ്പൊ ഐസിനോടുള്ള ഭയമാണ് എന്ത്? ക്രയോഫോബിയ. ഓക്കെ, സൈബർ ഫോബിയ. സൈബർ ഫോബിയ നമുക്ക് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നും ഇത് സൈബർ എന്നൊക്കെ പറയുമ്പോഴേക്ക് സൈബർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ടെക്നോളജി, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ഈ ഫിയർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ഫിയർ ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നൊക്കെ തന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. ഓക്കെ, എന്താണെങ്കിലും ഇത് ടെക്നോളജീനെയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയോ ഒന്നും അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. സൈബർ എന്ന് പറയുന്ന ഈ പദം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ സൈബർ ഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിനോടുള്ള ഭയമാണ് എന്തെന്ന് പറയുന്നത്? സൈബർ ഫോബിയ എന്ന് പറയുന്നത്. ഈ വൈകി കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കുണ്ടാവില്ലേ, ഇങ്ങനെ ചെയ്താൽ എന്താവും, ഇത് തെറ്റിപ്പോവോ, ഓക്കെ, അങ്ങനെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവില്ലേ. നമ്മുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് ഒക്കെ അവർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു അന്താളിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ. അവർക്ക് എന്തുണ്ട്? സൈബർ ഫോബിയ ഉണ്ട്. ഓക്കെ, അതാണ് കേട്ടോ സൈബർ ഫോബിയ എന്ന് പറയുന്നത്. സൈനോഫോബിയ. സൈനോഫോബിയ, സൈനോ എന്ന് പറയുന്ന ഈ വാക്ക് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട്? നമ്മുടെ ലോജി സീരീസിലും കണ്ടിട്ടുണ്ട് കേട്ടോ. സൈനോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ലോജി സീരീസിലും കണ്ടിട്ടുണ്ട്. അന്ന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ ആ വീഡിയോയിൽ എന്താ നമ്മൾ പറഞ്ഞേ? സൈനോ എന്ന് പറഞ്ഞ കുട്ടിക്ക് പട്ടിക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, സൈനോ എന്ന് പറഞ്ഞ കുട്ടിക്ക് പട്ടിക്കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ സൈനോ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനോ എന്ന് കേൾക്കുമ്പോഴേ ആരോ ഓർമ്മ വരണം? പട്ടിക്കുട്ടികളെ ഓർമ്മ വരണം. ഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഭയമാണ്. അപ്പം പട്ടിക്കുഞ്ഞുങ്ങളോടുള്ള ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? സൈനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെമോഫോബിയ. ഡെമോഗ്രാഫി, ഡെമോക്രാസി എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ ഡെമോക്രസി, ജനാധിപത്യം. ഓക്കെ, ക്രാസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആധിപത്യം അല്ലേ. ഓട്ടോക്രസി, ഡെമോക്രസി, പ്ലൂട്ടോക്രസി, ബ്യൂറോക്രസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കും കേട്ടോ.
ഓക്കെ, ക്രാസി എന്ന് വെച്ചാൽ ആധിപത്യമാണ്, ഡെമോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യമാണ്. അപ്പൊ ഡെമോ എന്ന് വെച്ചാൽ എന്താ? ജനം അല്ലേ, ജനം. ഡെമോ എന്ന് വെച്ചാൽ എന്താണ്? ജനം അല്ലെങ്കിൽ ക്രൗഡ്. ഓക്കെ, ജനം, അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ക്രൗഡ് അല്ലെങ്കിൽ മോബ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെമോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ക്രൗഡിനോടുള്ള ഭയം അല്ലെങ്കിൽ മോബിനോടുള്ള ഭയമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡെമോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻഡ്രോഫോബിയ. ഓക്കെ, ഡെൻഡ്രോഫോബിയ നമ്മൾ ലോജി സീരീസിൽ കണ്ട ഒരു വാക്കായിരുന്നു. ഡെൻഡ്രോ എന്ന് പറയുന്ന വാക്ക് ഡെൻഡ്രോളജി. ഓക്കെ, അന്ന് നമ്മൾ എന്താ പറഞ്ഞ വീഡിയോയിൽ? നമ്മുടെ ഡെൻഡ്രൈറ്റിസ് പോലെ നമ്മുടെ നെർവ് സെല്ലില്ലേ, നെർവ് സെല്ലിലെ ഡെൻഡ്രൈറ്റിസ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം, നമ്മുടെ നെർവ് സെല്ലിലെ ഡെൻഡ്രൈറ്റിസ് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനെ തിരിച്ചു വെച്ചാൽ നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും? മരമായിട്ട് ഫീൽ ചെയ്യും. വരയ്ക്കാൻ അറിയുന്നവർ വരച്ചാൽ മരമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം ആ മരം പോലെ ഇരിക്കുന്ന ഡെൻഡ്രൈറ്റിസ്. ഓക്കെ, അപ്പം ഡെൻഡ്രോ എന്ന് പറയുന്ന പദം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ട്രീസിനെ. ട്രീസിനെയാണ് ഡെൻഡ്രോ എന്ന് പറയുന്ന പദം റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫിയർ ഓഫ് ട്രീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡെൻഡ്രോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫിയർ ഓഫ് ട്രീസ് ആണ് ഡെൻഡ്രോഫോബിയ എന്ന് പറയുന്നത്. ഡെൻഡ്രോളജി ആണെങ്കിലോ സ്റ്റഡി ഓഫ് ട്രീസ് അല്ലേ? യെസ്, ഡിസോഫോബിയ നമ്മുടെ ലാസ്റ്റ് വേർഡ് ആണ് കേട്ടോ. ഓക്കെ, ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വേർഡ് ആണ് എന്ത്? ഡിസോഫോബിയ. എന്താ ഡിസോഫോബിയ? ഫിയർ ഓഫ് ആൽക്കഹോൾ. ഡിസോഫോബിയ ആലോചിച്ച് നോക്കി, നമുക്ക് ഡിസിനെസ് വരുന്നേ, നമുക്കിങ്ങനെ ഒരു കിറുക്കം വരുന്നതിനെയാണ് ഡിസി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ഡിസിനെസ് വരുന്ന ഒരു സാധനമാണ് എന്ത്? ആൽക്കഹോൾ അല്ലേ? കുറേ ആൽക്കഹോളൊക്കെ കുടിച്ച് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെ മദ്യപിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഡിസിനെസ് വരും. ചിലർക്ക് ഒരു പെഗ് അടിക്കുമ്പോഴേക്കും അല്ലെ 2 പെഗ് അടിക്കുമ്പോഴേക്കും ഡിസിനെസ് വരും അല്ലേ? ഓക്കെ, അപ്പം അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ, ഡിസിനെസ് ഉണ്ടാക്കുന്ന സാധനത്തോടുള്ള ഭയം. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ഡിസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൽക്കഹോൾ ഡിസിനെസ് ഉണ്ടാക്കുന്ന സാധനത്തോടുള്ള ഭയമാണ് എന്ത്? ഡിസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്ര വേർഡ്സ് കവർ ചെയ്തിട്ടുണ്ട്? ഓൾമോസ്റ്റ് 50 വേർഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിലായിട്ട് നമ്മൾ 150 വേർഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 200 വേർഡ്സ് നമ്മുടെ റൂട്ട് വേർഡ് സീരീസിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം മുൻപുള്ള വീഡിയോസ് കാണാത്തവർ ഡെഫിനറ്റ്ലി പോയി കണ്ട് ആ 150 വേർഡ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, എനിവേ വൊക്കാബ്സിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.